നമസ്കാരം. നമസ്കാരം. രണ്ടെന്ന് പറയല്ലോ, മൂന്നാളുണ്ട് അല്ലേ? അങ്ങനെ വേണം. നമസ്കാരം. നമസ്കാരം. ഭയങ്കര കുറുമ്പിയായിട്ടുള്ള ഒരാള്. എന്താ പേര് പറയൂ? പേര് പറഞ്ഞു. സബിയ. വേറെ പേരുണ്ടോ? ഒരു പേരുള്ളോ? ഒരു പേരേ ഉള്ളൂ. ഓക്കെ. അമ്മയുടെ അച്ഛന്റെ പേര് പറയുന്നവരും എനിക്ക്. അമ്മേന്റെ പേരെന്താ? സിയ പവൽ. പപ്പയുടെ പേരെന്താ? പേരെന്താ? സഹദ്. അപ്പൊ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സിയയും സഹലുമാണ് എൻ്റെ കൂടെ ഉള്ളത്, സഹദുമാണ് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. ഓക്കെ. ഭയങ്കര സന്തോഷം. കാരണം ഏകദേശം ഒരു 3-4 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. 2 വർഷം 3 മാസത്തോളമായി. ഓക്കെ. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ട്രാൻസ് വുമൻസിന്റെ കുട്ടികളുടെ പേരന്റിന്റെ സ്ഥാനത്ത് മാതാപിതാക്കൾ എഴുതാൻ പറ്റും. അല്ല, അതായത് പേരൻസ്. അപ്പൊ സാധാരണ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റില് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് പേരുണ്ടാവുക. ഇത് ഇപ്പം ഞങ്ങളുടേത് ആദ്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് അപ്രൂവ് ആക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അമ്മ എന്നുള്ള സ്ഥാനത്ത് ഡെലിവറി ചെയ്ത സഹദിന്റെ പേരും ഫാദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് കൈപ്പറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലോട്ട് പോയത്. ദൈവം സഹായിച്ച് അത് വർഷം എടുത്ത് പോണോ? ഇപ്പം പോവാട്ടോ. ദൈവം സഹായിച്ച് ഇപ്പം അത് അമ്മ അച്ഛൻ എന്നുള്ള പേര് മാറ്റിയിട്ട് പോണോ? പോവാണോ? ഇല്ല, പോയിട്ട് വരും കേട്ടോ. വർഷനെ വിളിച്ചിട്ട് വാ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പം പാരൻസ് എന്നുള്ള രീതിയിലാക്കി. അതായത് ആദ്യത്തെ ഇതില് മദറിന്റെ സ്ഥാനത്ത് അവന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നും, അതുപോലെ തന്നെ ഫാദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് നേരെ തിരിഞ്ഞു. അങ്ങനെ ഒരു മെൻഷന്റെ ആവശ്യമില്ല, മറിച്ച് പാരൻസ് എന്നുള്ള ഒരു പേര് വെച്ചിട്ട് ഞങ്ങളുടെ പേര് കൊടുക്കാൻ. ശരിക്കും നിങ്ങളുടെ ID കാർഡും ആധാറും ഒക്കെ ശരിക്കും ട്രാൻസ് എന്നൊരു മെൻഷൻ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു ID കാർഡുണ്ട്. അതിപ്പം നിലവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കാർഡാണ് ട്രാൻസ് ID കാർഡ് എന്ന് പറയും. പിന്നെ ആധാർ കാർഡിനകത്ത് എന്റേത് ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്നാണുള്ളത്. ഇവന്റെ മെയിൽ ആക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും മെയിൽ എന്റെ ആ ട്രാൻസ്ജെൻഡർ ID കാർഡ് മാത്രമേ ട്രാൻസ്ജെൻഡർ ഉള്ളൂ. ബാക്കി പാസ്പോർട്ട് എല്ലാം മെയിൽ. എന്റെ SSLC സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഫീമെയിൽ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ട്രാൻസ്. നിയമ പോരാട്ടം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു വക്കീൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, അല്ലേ? അതെ. ആളും ട്രാൻസ് ആണ്, എനിക്കറിയാം ആളെ. അപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പോരാട്ടത്തിന്റെ ഒരു കാലഘട്ടത്തിൽ? എത്രത്തോളം ഉണ്ടായിരുന്നു? 2.5 നെയിമിംഗ് സെറമണിക്കാണ് നമ്മൾ ആ കേസ് ഫയൽ ചെയ്യുന്നത് 28-ന്. അപ്പം ഒരു ഏകദേശം ഇപ്പൊ BA-ക്ക് 2 വയസ്സും 4 മാസവും ഏകദേശം ആ ഒരു കാലാവധി എന്നാന്ന് പറയാൻ വേണമെങ്കിൽ. 2023 ഫെബ്രുവരി 8-നാണ് BM ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഏകദേശം 10-28 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അവള് ജനിച്ച അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മള് കോഴിക്കോട് കോർപ്പറേഷനില് ഇത് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണയുള്ള നമുക്ക് ആദ്യം അവർ അപ്രൂവ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് നൽകിയത്. ആ സമയത്ത് നമ്മൾ കോഴിക്കോട് സൂപ്രണ്ടിന്റെ അടുത്ത് ഞങ്ങളെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, അങ്ങനെ ഞങ്ങൾ കൊടുക്കട്ടെ. അതായത് മദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് വെച്ചിട്ട് ഫാദറിന്റെ സ്ഥാനത്ത് സഹദിന്റെ പേര് വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂപ്രണ്ടിന്റെ അടുത്ത്. അന്നത്തെ സൂപ്രണ്ട് പറഞ്ഞു അത് ചിലപ്പോൾ എന്തെങ്കിലും വിവാദങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വഴിത്തിരിവായിരിക്കും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാം. എന്നിട്ട് സാറ് പറഞ്ഞിട്ടാണ് അങ്ങനെ ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്ന് കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.